ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം അവിഹിതത്തിനെ പറ്റിയാണ്. സത്യം എന്താ ഞാൻ തെളിയിക്കുന്നു. സോ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. അബി മിസിരി എന്ന് പറയുന്ന വ്യക്തിയാണ് മുഹമ്മദ് സ്റ്റെബിൽ. സ്നാപ്ചാറ്റ് വഴി പരിചയപ്പെട്ടിട്ട് ഒറ്റ ദിവസത്തെ പരിചയത്തിൽ ഇവർ കണ്ടുപോട്ട് ഇവർ രാത്രി കറങ്ങാൻ പോയി. പൊന്നു മിസിരിയ, ലേശ ഉളുപ്പ്. നിന്റെ നിലവാരം എവിടെ കിടക്കുന്നത് നീ ഒന്ന് ആലോചിച്ച് നോക്കും മിസിരിയ. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞ ഒരു ഫോട്ടോ നീ പ്രൂവ് ചെയ്യും. ആ ചെറുക്കനെ വെച്ചോണ്ടാണ് നീ ഷിബിലിയുടെ കൂടെ പോയേക്കുന്നത്, മനസ്സിലായോ? എനിക്ക് മനസ്സിലായി. ഈ ഒരു വീഡിയോന് താഴെ തൊപ്പിയായിട്ട് ബ്രേക്കപ്പ് ആയതിന്റെ കർമ്മയാണ് ഫസ്മിന സക്കീറിന് കിട്ടുന്നത് എന്നാണ് ഒരുപാട് പേര് പറയുന്നത്. തൊപ്പിയായിട്ട് പ്രണയബന്ധത്തിലായിരിക്കുമ്പോൾ ആ ഒരു റിലേഷൻ ഓക്കെ അല്ല എന്ന് കണ്ട സമയത്ത് അവർ അതിൽ നിന്നും പിന്മാറിയതിനാണോ നിങ്ങൾ തേച്ചു എന്ന് പറയുന്നത്? ഈ തേപ്പും ഇപ്പം നടന്ന സംഭവം തമ്മിൽ എന്താണ് ബന്ധം? സ്വന്തം പാർട്ട്ണർ കൂടെ ഉണ്ടായിരിക്കുന്ന സമയത്ത് പരസ്ത്രീ ബന്ധത്തിന് പോയി ആ ഒരു അവിഹിതം കൈയോടെ പിടിച്ച് രണ്ട് വഴിക്കായതും തൊപ്പിയുമായിട്ട് പ്രണയത്തിലായിരിക്കുന്ന സമയത്ത് ആ ഒരു പ്രണയബന്ധം വേർപിരിഞ്ഞതും തമ്മിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? ലല്ലുവിനെ വെള്ളപൂശാൻ ശ്രമിക്കുന്ന ആൾക്കാരെ കേൾക്കാൻ വേണ്ടി പറയാണ്. ഇപ്പൊ അയാൾക്ക് ഫസ്മിനായിട്ടുള്ള ബന്ധം ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ബന്ധത്തിന് പിന്മാറിയതിനു ശേഷം മറ്റൊരു സ്ത്രീയായിട്ട് ബന്ധം സ്ഥാപിക്കാനുള്ള സമയം അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അയാൾ സ്വന്തം പാർട്ണർ കൂടെയുള്ള സമയത്താണ് ഇത്രയും വൃത്തികെട്ട കാര്യങ്ങൾ ഓരോന്നും ചെയ്തിട്ടുള്ളത്. അത് ഒരു പെണ്ണിനോട് മാത്രമല്ല, ഒരുപാട് പെണ്ണുങ്ങളുടെ കൂടെ ഫ്ലേർട്ട് ചെയ്ത സ്ക്രീൻഷോട്ട്സും കാര്യങ്ങളൊക്കെ ഫസ്മിനെ പുറത്തു വിട്ടിട്ടുണ്ട്. എന്നിട്ട് അയാളുടെ ക്യാരക്ടർ അത്രയും മോശമായിട്ട് നിങ്ങൾ ഫസ്മിനെയും തൊപ്പിനെയും തമ്മിലുള്ള ആ ഒരു റിലേഷൻ കണക്ട് ചെയ്യുന്നത് വളരെ പക്ക ബോറ് പരിപാടിയാണ് കേട്ടോ.